പ്രസൻറ്റേഷൻ്റെ പേര് റിവൈവിങ് നേച്ചേഴ്സ് വാട്ടർ ടവർ എന്നാണ്. അതിലേക്ക് വരാം. ഈ മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ പ്രത്യേകത, മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിൽ 6 പ്രൊട്ടക്റ്റഡ് ഏരിയയാണുള്ളത്, സംരക്ഷിത വനപ്രദേശങ്ങളാണുള്ളത്. അതിൽ ഇരവികുളം നാഷണൽ പാർക്ക്, ആനമുടി ഷോല നാഷണൽ പാർക്ക്, ദെൻ പാമ്പാട് ഷോല, ചിന്നാർ, കുറിഞ്ഞിമല, ഇത്രയുമാണ് നമ്മുടെ ഈ ഇന്ത്യ ഹൈ റേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പ്രോജക്റ്റിൻ്റെ പരിധിയിൽ വരുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ കൂടെ ഉണ്ട്, അത് മതികെട്ടാനാണ്. പക്ഷേ മതികെട്ടാൻ ഈ പ്രൊജക്റ്റ് ഏരിയയിൽ വരുന്നതല്ല. ഈ ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ മനസ്സിലാവും. കൂടുതലും ഈ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലങ്ങളാണ്, ആൾട്ടിറ്റ്യൂഡ് വളരെയധികം കൂടിയ സ്ഥലങ്ങളാണ്. ഈ മാപ്പിൽ നിന്ന് തന്നെ മനസ്സിലാവും. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ, കേരളത്തിലല്ല സൗത്ത് ഇന്ത്യയിലെ, നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും പൊക്കം കൂടിയ കൊടുമുടിയായ ആനമുടി ഇരവികുളം നാഷണൽ പാർക്കിനുള്ളിലാണ്. ഇവിടുത്തെ എക്കോസിസ്റ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇവിടുത്തെ പ്രത്യേകത എല്ലാം വളരെ ഉയരം കൂടിയ മലനിരകളാണ്. മിക്കവാറും ഏകദേശം ഒരു ആൾട്ടിറ്റ്യൂഡ് തുടങ്ങുന്നതിന് 1500 മീറ്ററിന് മുകളിലാണ്. ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ മനസ്സിലാവും. അത് ഈ റോളിംഗ് ഗ്രാസ് ലാൻഡാണ്, കൂടുതലും ഈ പുൽമേടുകളാണ്. അവിടുത്തെ ഈ പ്രധാനമായിട്ടും കാണുന്ന ഗ്രാസ് സ്പീഷീസ് ടെസഗ്രാസാണ്, ക്രൈസോപ്പോവനാണ്. ഇനി ഇതിനിടയ്ക്ക് അവിടെ ചോലക്കാടുകൾ കാണുന്നുണ്ട്. ചോലക്കാടുകൾ മിക്കവാറും കാണുന്നത് ഈ മലമടക്കുകളിലാണ് ചോലക്കാടുകൾ കാണപ്പെടുന്നത്. പിന്നെ ഏറ്റവും അധികം എൻഡമിക്കായ അവിടെ തന്നെ കാണുന്ന ജീവിവർഗ്ഗങ്ങൾ ധാരാളമുള്ളൊരു പ്രദേശമാണ്. നീലക്കുറിഞ്ഞി ആയാലും നീലഗിരി താറായാലും വരയാടായാലും ധാരാളം വലിയ അനിമൽസും ഉണ്ട്. ടൈഗറുണ്ട്, ലെപ്പേർഡുണ്ട്, പിന്നെ ആന, കാട്ടുപോത്ത്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ലാൻഡ്സ്കേപ്പ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട നദികളുടെ എല്ലാം ജലസ്രോതസ്സാണ്. നമ്മുടെ പടിഞ്ഞാറേക്ക് ഒഴുകുന്ന പെരിയാറിൻ്റെ പ്രധാന ജലസ്രോതസ്സാണ്. ഒപ്പം തന്നെ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ ഒരെണ്ണമായ പാമ്പാറും ഉത്ഭവിക്കുന്നത് ഇരവികുളത്ത് നിന്നാണ്. നമുക്കറിയാം, തുടങ്ങിയത് നമ്മുടെ മറയൂർ, കാന്തല്ലൂർ പഞ്ചായത്തുകളിലൂടെ കടന്ന് തമിഴ്നാട്ടിലെ അമരാവതിയിലേക്ക് പോവുകയാണ്. ഇനി ഇവിടുത്തെ പ്രധാന പ്രശ്നത്തെക്കുറിച്ചും പറയണമല്ലോ. നമ്മുടെ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നേരിടുന്ന പ്രധാന പ്രശ്നം അവിടെ വൈദേശികമായ സസ്യങ്ങളുടെ കടന്നുകയറ്റമാണ്. അത് കുറേയധികം നമ്മുടെ പല സ്കീമുകളുടെ ഭാഗമായിട്ട് വന്നതാണ്. മുൻപ് പ്രൊഡക്ഷൻ ഫോറസ്ട്രിയുടെ ഭാഗമായിട്ട് നമ്മൾ യൂക്കാലിപ്റ്റസും വാറ്റിലും പ്ലാന്റ് ചെയ്തു. പിന്നീട് 80കളിൽ നമ്മൾ ഗ്രാസ് ലാൻഡ് എഫോറസ്റ്റേഷൻ എന്നൊരു സ്കീം വന്നു. ഈ സ്കീമുകളുടെ ഫലമായിട്ടാണ് നമ്മുടെ ഈ മൂന്നാർ ലാൻഡ്സ്കേപ്പിൽ ഈ വൈദേശിക സസ്യങ്ങൾ എത്തിച്ചേർന്നത്. യൂക്കാലിപ്റ്റസ് ഇതെല്ലാം നമ്മുടെ രേഖകൾ പരിശോധിച്ച് കിട്ടിയ വിവരങ്ങളാണ്. യൂക്കാലിപ്റ്റസ് 1914 തന്നെ മൂന്നാർ ലാൻഡ്സ്കേപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വാറ്റിൽ 1958. ഈ ഗ്രാസ് ലാൻഡും ഒരു പരിധിവരെ ഷോലയും കൺവേർട്ട് ചെയ്ത് തുടങ്ങിയത് 84-85 കാലഘട്ടത്തിലാണ്. അന്നാണ് ഈ ഗ്രാസ് ലാൻഡ് എഫോറസ്റ്റേഷൻ, അങ്ങനെ നമുക്ക് ഒരു വനം വകുപ്പിനും അങ്ങനെ ഒരു ഡിവിഷൻ തന്നെ ഉണ്ടായിരുന്നു, ഗ്രാസ് ലാൻഡ് എഫോറസ്റ്റേഷൻ ഡിവിഷൻ. അപ്പോൾ ഇത് ആദ്യകാലങ്ങളിൽ പ്ലാന്റേഷൻ ആയിരുന്നു. കൃത്യമായിട്ട് 8 വർഷത്തിലൊരിക്കൽ മുറിച്ചു, വീണ്ടും പ്ലാന്റ് ചെയ്തു. ചില സ്ഥലങ്ങളിൽ മുറിച്ച സാധനം വീണ്ടും മുളച്ചു വരാൻ അനുവദിച്ചു, കോപ്പീസ് ചെയ്യാൻ അനുവദിച്ചു. അപ്പോൾ ഇത് ഈ ഇടയ്ക്കെപ്പോഴൊക്കെയോ ഈ നമ്മുടെ പ്ലാന്റേഷനുകളിൽ തീയുണ്ടായി, കാട്ടുതീയുണ്ടായി. കാട്ടുതീ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഈ വാറ്റിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വാറ്റിലിൻ്റെ സീഡ് വളരെ കാലം ഡോർമെൻ്റായി കിടക്കും, മണ്ണിൽ ഡോർമെൻ്റായി കിടന്നിട്ട് അത് എപ്പോഴാണോ തീ ഉണ്ടാകുന്നത്, നമ്മൾ ഈ മഴ കൊണ്ട് വിത്ത് മുളയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ തീ കിട്ടിയാൽ നന്നായിട്ട് മുളയ്ക്കുന്ന സാധനമാണ് വാറ്റിൽ. അപ്പോൾ ഇത് പതുക്കെ നമ്മുടെ ഈ പ്ലാന്റേഷൻ ഏരിയയ്ക്ക് പുറത്തേക്ക് വന്നു തുടങ്ങി. നമ്മുടെ ഈ വാറ്റിൽ നമുക്കൊരു വലിയ ത്രെട്ടായി. ഈ 2 ഫോട്ടോയും ആദ്യം കാണുന്നത് ബന്ദർ എന്ന് പറഞ്ഞൊരു ഭാഗത്തുള്ളതാണ്. ഒരു തവണ കാട്ടുതീ വന്ന സ്ഥലത്ത് വീണ്ടും വാറ്റിൽ മുളച്ചു വരുന്ന കാണാൻ പറ്റും. ഇത് ബന്ദറിനുള്ളിലുള്ള ഒരു പഴയ റോഡാണ്. ആ റോഡിൽ വീണ് കിടക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയതാണ്. അത് വളരെ ഒരു ദോഷകരമായൊരു സംഗതിയായി മാറുകയാണ്. ഇത് എത്രത്തോളം ഇത് വ്യാപിച്ചു എന്ന് കാണിക്കുന്നുള്ളൊരു മാപ്പാണ്. ഇരവികുളം നാഷണൽ പാർക്ക് ആൾമോസ്റ്റ് സേഫാണ്. ഈ ചുവന്ന പുള്ളികൾ കാണുന്നതെല്ലാം ഇത്തരത്തിലുള്ള വാറ്റിലിൻ്റെ അല്ലെങ്കിൽ എക്സോട്ടിക് സ്പീഷീസിൻ്റെ ഇൻവേഷനാണ്. ഇരവികുളത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് മൂന്നാറിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് വാറ്റിലും യൂക്കാലിപ്റ്റസും ഉണ്ട്. പക്ഷേ മറ്റ് സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറിഞ്ഞിമല വൈൽഡ് ലൈഫ് സാഞ്ചുറി, ആനമുടി ഷോല നാഷണൽ പാർക്ക്, പാമ്പാട് ഷോല, ഇതിലെല്ലാം വളരെയധികം ഏരിയ ഇത്തരത്തിൽ ഈ ഇൻവേസീവ്സ് കാണും. അതിൻ്റെ ഒരു കണക്ക് പറയാം. നമ്മുടെ രേഖകൾ പ്രകാരം നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലം 2152 ഹെക്ടറാണ്. യൂക്കാലിപ്റ്റസും വാറ്റിലും പ്ലാൻ ചെയ്ത സ്ഥലം.
പക്ഷേ ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് 2452 ഹെക്ടറിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് 300 ഹെക്ടർ സ്ഥലം അധികമായിട്ട് ഈ പറഞ്ഞ തനിയെ തന്നെ ഈ സാധനം നമ്മുടെ ഈ ഇൻവേസീവ്സ് കയറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻവേസീവ്സ് ഉള്ളത് കണ്ടാലറിയാം കുറിഞ്ഞിമല ഏരിയയിലാണ്. 770 ഹെക്ടർ അവിടെ യൂക്കാലിപ്റ്റസും വാറ്റിലുമാണ്. ഇനി ഇതിന് പുറമെ സംസാരിക്കുമ്പോൾ നമ്മൾ മൂന്നാർ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് മുഴുവനായി സംസാരിക്കുകയാണ്, വൈൽഡ് ലൈഫ് ഡിവിഷനെ കുറിച്ചല്ല. ഇതിന് പുറമെ ഈ ലാൻഡ്സ്കേപ്പിൽ ഏകദേശം 2100 ഹെക്ടർ മറ്റ് പ്ലാന്റേഷൻസ് ഉണ്ട്. അതെല്ലാം മൂന്നാർ ടെറിട്ടോറിയൽ ഡിവിഷൻ്റെ കീഴിലാണ് അത്തരം പ്ലാന്റേഷൻസ്. അവിടെ പ്ലാന്റേഷൻ്റെ കണക്ക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അവിടെയും ഇതുപോലെ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഇത് കാരണമുള്ള പ്രശ്നങ്ങളുമുണ്ട്. ഇത്തരത്തിൽ ഹാബിറ്റാറ്റ് ഡീഗ്രേഡ് ആകുമ്പോൾ പ്രധാനമായിട്ടും മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ബയോഡൈവേഴ്സിറ്റിയിലെ കുറവ്, വെള്ളത്തിൻ്റെ ലഭ്യത വല്ലാതെ കുറയുന്നുണ്ട്. ഇനി അതുപോലെ ഈ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ മുറിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇനി നമ്മൾ എക്കോ സിസ്റ്റം റെസ്റ്റോറേഷൻ എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എക്കോ സിസ്റ്റം റിസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഡാമേജ്ഡ് ആയ, അല്ലെങ്കിൽ ഡീഗ്രേഡഡ് ആയ, അതും അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആയ ഒരു സിസ്റ്റത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നുള്ളൊരു ശ്രമമാണ് എക്കോ സിസ്റ്റം റെസ്റ്റോറേഷൻ. ഇപ്പോൾ റെസ്റ്റോറേഷൻ എക്കോളജി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെയുണ്ട്. ഇപ്പോൾ ഇത് 3 കൺസെപ്റ്റാണ്. ഡാമേജ്ഡ് ആയത്, ഡാമേജ്ഡ് ആവാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വനത്തിന് നടുവിലൂടെ ഒരു റോഡ് ഉണ്ടാക്കിയാൽ തന്നെ അത് ഡാമേജ്ഡ് ആവാം. അല്ലെങ്കിൽ അവിടെ നിന്ന് കുറേ മരം മുറിച്ചാൽ അത് ഡാമേജ്ഡ് ആവും, ചെറിയ ഡാമേജാണ്. ഇനി ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടിയ കൺസെപ്റ്റാണ്. അത് മിക്കവാറും വരുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് അനിയന്ത്രിതമായിട്ട് ഒരു സ്ഥലത്തെ കന്നുകാലി മേച്ചിലുണ്ടാവുകയാണ്. ആ സ്ഥലം കാലക്രമത്തിൽ ഡീഗ്രേഡഡ് ആവും. ഒരു വലിയൊരു തടാകമുണ്ട്, അവിടെ നിന്ന് സ്ഥിരമായിട്ട് ഒരു നിയന്ത്രണവും ഇല്ലാതെ മീൻ പിടിക്കുകയാണ്. അവിടുത്തെ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഡീഗ്രേഡഡ് ആവും. ഇതിൻ്റെ മാക്സിമം കണ്ടീഷനാണ് വരാവുന്നത് അത് ഡിസ്ട്രോയിഡ് ആവുക. ഡിസ്ട്രോയിഡ് ആവുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലാൻഡ് യൂസ് പാറ്റേൺ തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ ഈ 3 സ്റ്റേജിൽ വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ എക്കോ സിസ്റ്റം റെസ്റ്റോറേഷൻ പരീക്ഷിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇത്തരത്തിലൊരു പരീക്ഷണത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറയാം. ഈ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒറിജിനൽ ഹാബിറ്റാറ്റിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥയിൽ പ്രായോഗികമല്ല. അതായത് 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 100 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പുൽമേട് എങ്ങനെയാണോ അത് തന്നെ പുനഃസൃഷ്ടിക്കുക, കമ്പാരിറ്റീവ്ലി അത് നടക്കുന്ന കാര്യമല്ല. അതിന് കാരണം കാലാവസ്ഥാ വ്യതിയാനം വന്നു. അന്നത്തെ സാഹചര്യമല്ല ഇന്ന്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറേ അധികം അതിനെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എക്കോ സിസ്റ്റം റെസ്റ്റോറേഷൻ ഒരിക്കലും ഹിസ്റ്റോറിക് ഏജിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഇല്ല ഇന്നത്തെ അവസ്ഥയിൽ. കാലാവസ്ഥാ വ്യതിയാനവും നമുക്കറിയാം, ഈ ടെമ്പറേച്ചർ കൂടുന്നതെല്ലാം കാലാവസ്ഥയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഈ ആനമുടിശോല നാഷണൽ പാർക്കിൻ്റെ മാപ്പാണിത്. ഇതിൽ ഈ ചുവന്ന സ്പോട്ടായിട്ട് കാണുന്നതെല്ലാം മുൻകാലങ്ങളിൽ നമ്മൾ പ്ലാന്റ് ചെയ്ത യൂക്കാലിപ്റ്റസ് അല്ലെങ്കിൽ വാറ്റിലിൻ്റെ ഏരിയകളാണ്. ഇതിലൊരു ഏരിയ, ആ ഏരിയയുടെ പേര് പഴത്തോട്ടം എന്നാണ്. പഴത്തോട്ടം പേര് തന്നെയാണ്, പഴത്തോട്ടമാണ്. അതൊരു ഫ്രൂട്ട് ഓർച്ചാർഡായിരുന്നു പണ്ട് മുതലേ. അത് വട്ടവട പഞ്ചായത്തിൻ്റെ മുകളിലാണ് ആ സ്ഥലം. വളരെ മനോഹരമായ സ്ഥലമാണ്. അവിടെ മുൻകാലങ്ങളിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച വാറ്റിൽ പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു വാറ്റിൽ പ്ലാന്റേഷനാണ് നമ്മൾ ഈ പരീക്ഷണത്തിന് വേണ്ടി സെലക്ട് ചെയ്തത്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയാം. 2019 ഈ പഴത്തോട്ടം ഏരിയയിൽ ഒരു മാസീവായ ഫോറസ്റ്റ് ഫയർ ഉണ്ടായി. ആ ഏരിയയിലുണ്ടായിരുന്ന വാറ്റിലെല്ലാം തന്നെ കത്തി നശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, പാസീവായിട്ട് എക്കോ റെസ്റ്റോർ ചെയ്യാൻ വിടാം. അത് തനതായ രീതിയിൽ തിരിച്ചു വരട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ തിരിച്ചു വരട്ടെ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നം അവിടെ ഉണ്ട്. കിടക്കുന്നത് വാറ്റിലിൻ്റെ സീഡാണ്. വാറ്റിൽ തീയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇരട്ടി വേഗത്തിൽ വളരും. അപ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ ആക്റ്റീവായിട്ട് റെസ്റ്റോർ ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്ത പ്രോസസ് ഇതാണ്, ആക്റ്റീവായിട്ട് ചെയ്തിങ്ങനെയാണ്. ഈ 2019 തീയുണ്ടായി, വീണ്ടും അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിത്തുകളും മുളച്ചു കഴിഞ്ഞപ്പോൾ ഈ അന്ന് കത്തിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന തടികൾ, ആ രണ്ടാമത്തെ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ മണ്ണൊലിപ്പിന് വളരെയധികം സാധ്യത ഉണ്ടായി. മണ്ണങ്ങ് എക്സ്പോസ്ഡായി, മുഴുവനും കത്തിപ്പോയി. അപ്പോൾ ചെയ്തത് ആ ഉണ്ടായിരുന്ന തടിയുടെ കഷ്ണങ്ങളെല്ലാം എടുത്ത് കോണ്ടൂരിലങ്ങ് അടുക്കി ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ചെക്കിടാൻ പോലെ, അല്ലെങ്കിൽ ഒരു കോണ്ടൂർ ബണ്ടിങ് നടത്തിയിട്ട് ഈ നോർമലി കത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ ഒരു ടഫ്, എന്താ പറയുക, ഒരു മാസീവായിട്ടൊരു ടർഫ് ഉണ്ടായി. ഇതിങ്ങനെ മുളച്ചു വരുന്ന സാധനം ഒരു പുൽ തകിട് പോലെ ഇങ്ങനെ കിടപ്പുണ്ട്.
അതിനെ മുഴുവനും പറിച്ചു മാറ്റി. അപ്പോൾ ഇവിടെ പറയുന്നത് തെറ്റാണെങ്കിലും ക്ഷമിക്കുക, തീയെ ഒരു മാനേജ്മെൻറ്റ് ടൂളായിട്ട് ഉപയോഗിച്ചു. തീ നമ്മൾ കൊടുത്തതല്ല, തീ ഉണ്ടായതാണ്. തീ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വിത്തിനെയും മുളപ്പിച്ചിട്ട് അതിനെ മുഴുവനും പറിച്ചു മാറ്റിയിട്ട് ഈ അവിടെ ഉണ്ടായിരുന്ന തടിയുടെയും മറ്റു അവശിഷ്ടങ്ങളെടുത്ത് മണ്ണൊലിപ്പ് തടയാനായിട്ട് ബണ്ട് കെട്ടിയിട്ട് അവിടെ നേറ്റീവായൊരു ഗ്രാസ് സ്പീഷീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ വട്ടവട, കൊട്ടക്കമ്പൂർ മേഖലയിൽ നമ്മുടെ വനത്തിൽ മുഴുവൻ കാണുന്ന ഈ ക്രീപ്പിംഗ് ഗ്രാസാണ്, നമ്മുടെ കറുകയുടെ ഒരു ഇനം, വൈൽഡ് വെറൈറ്റി. അത് അവിടെ മുഴുവൻ അങ്ങ് പ്ലാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഏകദേശം 1 വർഷം കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ലാൻഡും കവർ ചെയ്തു. ഈ പുല്ല് മുഴുവനായിട്ടും അങ്ങ് മൂടിക്കഴിഞ്ഞപ്പോൾ ഈ സോയിൽ ഇറോഷനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. എന്ന് മാത്രമല്ല, ഇത് കവറായി കഴിഞ്ഞപ്പോൾ അവിടെ ഇനിയും വാറ്റലിൻ്റെ വിത്ത് ബാക്കിയുണ്ടാകും. പക്ഷേ വാറ്റലിൻ്റെ വിത്ത് വീണ്ടും മുളച്ചു വരുന്നത് പൂർണ്ണമായിട്ട് നിന്നു. ആദ്യം നമ്മൾ ഈ അവിടെ ഉണ്ടായിരുന്ന ഗ്രാസാണ് നട്ടത്. പിന്നെ അവിടെ ഉണ്ടാകേണ്ടതായ ഗ്രാസ്, നേരത്തെ പറഞ്ഞ എരിവുകുളത്തുണ്ടാവേണ്ട ടസോ ഗ്രാസാണ് അവിടെ വേണ്ടത്. ടസോ ഗ്രാസിൻ്റെ നഴ്സറി എടുത്തു. ആ നഴ്സറി എടുത്ത് അത് പതുക്കെ 1 മീറ്റർ ഇൻ്റർവെല്ലിൽ അത് നട്ടു നോക്കി. അതും മുളച്ചു വരുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ ഈ ഭൂപ്രകൃതിയിൽ എന്തെല്ലാം മാറ്റം വരുന്നു എന്നുള്ളത് പഠിക്കാൻ ആരംഭിച്ചു. അവിടെ മുൻകാലങ്ങളിൽ വാറ്റിലുള്ള സ്ഥലമാണ്, എല്ലാവർക്കും അറിയാം, അവിടെ ഒരു വന്യജീവിയും വരില്ലായിരുന്നു. വന്യമൃഗങ്ങൾ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുവേണ്ടി ക്യാമറകൾ സ്ഥാപിച്ചു. ഇനി നമ്മളവിടെ നട്ടത് 2 തരം സ്പീഷീസാണ്. പുതിയ എന്തെങ്കിലും പുല്ലിനവിടെ വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട് ഒരു ബൊട്ടാണിസ്റ്റിനെയും നിയോഗിച്ചു. ഇത് ആ ഏരിയയുടെ ഒരു ചിത്രമാണ്, ഉപഗ്രഹ ചിത്രമാണ്. 2009 ഇങ്ങനെയായിരുന്നു. ആ വട്ടം വരച്ചിരിക്കുന്ന ഭാഗം നോക്കിയാൽ മതി, അത് മൊത്തം വാറ്റിലായിരുന്നു. 2019 തീ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ഭാഗം മുഴുവനും കറുത്ത് കാണുന്നു. 2020 നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ പുല്ല് നട്ടു, ചെറിയ പച്ചപ്പ് തിരിച്ചു വരുന്നത് കാണാം. ഇടയ്ക്ക് കാണുന്ന ഒരു വര പോലെ കാണുന്നത് ഷോലയാണ്. ഇത് ഈ വർഷത്തെ ചിത്രമാണ്. അത്രയും ഭാഗം വീണ്ടും തിരിച്ച് പുൽമേടായിട്ട് മാറ്റാൻ കഴിഞ്ഞു. എന്താണ് ചെയ്തതെന്ന് പറയുകയാണ്. നമ്മൾ ചെയ്ത അപ്രോച്ച് ഭംഗിയായിട്ട് പ്ലാൻ ചെയ്തു. എല്ലാ ഏരിയയുടെ ഹൈ റെസൊല്യൂഷൻ സ്പേഷ്യൽ മാപ്പിംഗ് നടത്തി. ഒരു ബേസ് ലൈൻ വേണം. ഇവിടെ എന്തായിരുന്നു ഒരു ചോദ്യം വന്നാൽ ബേസ് ലൈൻ അതിനെ സഹായിച്ചത് മൂന്നാർ ഡിവിഷൻ, വളരെ പഴയ ഡിവിഷനാണ് ദേവികുളത്തുള്ളത്. അവിടെ നിന്ന് 1950കളിൽ നിന്നുള്ള പഴയ രേഖകൾ കിട്ടി, വർക്കിംഗ് പ്ലാനുകൾ. ആ വർക്കിംഗ് പ്ലാൻ പരിശോധിച്ചപ്പോൾ അതിൽ കൃത്യമായ രേഖപ്പെടുത്തലുണ്ട്. പഴത്തോട്ടം ഈ പറഞ്ഞ മേഖലയിൽ, വട്ടവട മേഖലയിൽ മുൻകാലങ്ങളിലുണ്ടായിരുന്ന പുല്ല് വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്, ചെടികൾ ഏതൊക്കെയാണ്, അവിടുത്തെ ഷോലയിലെ ഓരോ സ്പീഷീസ് ഏതൊക്കെയാണ്, ഇതെല്ലാം സ്റ്റഡി ചെയ്തു. ഈ വർക്കിംഗ് പ്ലാൻ റിവ്യൂ ചെയ്ത് അത്തരത്തിലുള്ള ബേസ് ലൈൻ ഡേറ്റ കിട്ടി. അതിനുശേഷം നിരന്തരമായിട്ട് എക്സ്പേർട്ട് കൺസൾട്ടേഷൻ നടത്തി. ഈ ഓരോ രംഗത്തെയും വിദഗ്ധരെ വിളിച്ചു വരുത്തി അവരുമായി ചർച്ച ചെയ്തു. ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ ഗ്രാസ് ലാൻഡ് തിരിച്ചു പിടിച്ച അനുഭവങ്ങളുണ്ട്. അത് കൊടൈക്കനാലിലും ഊട്ടിയിലുമൊക്കെ ഉണ്ട്. അവിടെ എല്ലാം നമ്മുടെ സ്റ്റാഫ് പോയി എക്സ്പോഷർ വിസിറ്റ് നടത്തി. അതിനുശേഷമാണ് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തത്. ഇത്രയും പ്ലാനിങ് പാർട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇംപ്ലിമെൻറ്റേഷൻ ഭാഗത്താണ് ഒരു ജനകീയമായൊരു വിപ്ലവം അവിടെ ഉണ്ടായത്. സാധാരണ വനം വകുപ്പ് ചെയ്യുന്ന ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്ന പരിപാടിയിൽ നിന്ന് മാറിയിട്ട് ഇതിനു വേണ്ടി ആ നാട്ടിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും അല്ലാത്തവരുമായ ജനങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഹരിത വസന്തം എന്ന് പേര് വിട്ടു. ഹരിത വസന്തം അവരെയാണ് ഈ പ്രവൃത്തി മുഴുവൻ ഏൽപ്പിച്ചത്. അപ്പോൾ അവരുടെ നാട് അവർ ജനിച്ച കാലം മുതൽ കാണുന്ന അവിടെ വാറ്റിലാണ്. അത് മാറി പുൽമേടാകുന്ന ആ ഒരു ദൗത്യം, ആ ദൗത്യത്തിന് ഫണ്ടിങ് UNDP തന്നു. അവർക്കുള്ള ശമ്പളം UNDP തരുന്നു. അത് അവരുടെ ഹൃദയത്തിലേറ്റിയിട്ടാണ് അവിടെ നഴ്സറി ഉണ്ടാക്കി. അവിടെ വേണ്ടുന്ന റീജനറേഷൻ പിടിച്ചു വരുന്നുണ്ടെന്നുള്ള പഠനങ്ങൾ നടത്തി. ദെൻ ഈ പറഞ്ഞ പുതുതായി മുളച്ചു വരുന്ന ഈ പറഞ്ഞ വാറ്റിലിനെ മുഴുവനും നീക്കം ചെയ്തു. മണ്ണൊലിപ്പ് തടയാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. നേരത്തെ പറഞ്ഞ പ്ലാന്റിംഗ് നടത്തി. ഷോലയോട് ചേർന്ന ഭാഗങ്ങളിൽ ഷോലയുടെ തന്നെ സ്പീഷീസിൻ്റെ നട്ടു തുടങ്ങി. ഇത്തരത്തിൽ ആദ്യത്തെ കുറച്ച് കാലം നമ്മൾ ഈ പുല്ല് നടുമ്പോൾ ഫ്രഷ് പുല്ലാണ്, അത് തിന്നാനായിട്ട് കുറച്ച് വൈൽഡ് അനിമലൊക്കെ വരും, കാട്ടുപോത്തൊക്കെ വന്ന്, അതിനെയൊക്കെ തൽക്കാലത്തേക്ക് അവർ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തി. ഇതിൻ്റെ മോണിറ്ററിങ് എങ്ങനെയാണിത്, ആരാണിത് സൂപ്പർവൈസ് ചെയ്യുന്നത്, എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഹരിതവസന്തം തന്നെയാണ്. ഹരിതവസന്തം ഇതിനുള്ളിൽ കുറച്ച് മോണിറ്ററിങ് പ്ലോട്ടുകൾ ഉണ്ടാക്കി. ഇവിടെ എന്താണ് മാറ്റം വരുന്നത് അറിയാനായിട്ട് കുറച്ച് പെർമനൻ്റ് കൺട്രോൾ പ്ലോട്ടുകൾ ഉണ്ടാക്കി. ഈ കൺട്രോൾ പ്ലോട്ടുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. നമ്മൾ തുടങ്ങിയത് 2 സ്പീഷീസ് ഗ്രാസിൽ നിന്നാണെങ്കിൽ ഇന്നവിടെ 6 സ്പീഷീസായി. ബാക്കിയൊന്നും നമ്മൾ നട്ടതല്ല. നേരത്തെ പറഞ്ഞ പ്രകൃതിയാലുള്ള തിരിച്ചുപോക്കാണ്, റെസ്റ്റോർ ചെയ്യപ്പെടുകയാണ്, പുനഃസ്ഥാപനം നടക്കുകയാണ്. ഒപ്പം തന്നെ ക്യാമറ ട്രാപ്പ് വെച്ചു. ദെൻ എല്ലാ കാര്യങ്ങൾക്കും
ഫീൽഡ് ബുക്കും ജേണലും വെച്ചിട്ടുണ്ട്, സിസ്റ്റമാറ്റിക്കായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. മാസത്തിലൊരിക്കൽ ഈ ഭാഗത്തിൻ്റെ ഒരു വീഡിയോ എടുക്കും. വീഡിയോ ഡ്രോൺ ഉപയോഗിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് മാറ്റം എന്ന് കാണാനാണ്. ദെൻ ഇതെങ്ങനെ സസ്റ്റെയിൻ ചെയ്യും? ഇപ്പോൾ UNDP മേ ബി സെപ്റ്റംബർ കഴിയുന്നതോടെ ഈ പ്രോജക്റ്റ് അവസാനിപ്പിക്കും. 40 പേരാണ് ഈ ഹരിതവസന്തം EDCയിലുള്ളത്. അവർക്കിപ്പം നിലവിൽ അവരുടെ ദൈനംദിന ചിലവുകൾക്കുള്ള തുകയെല്ലാം UNDP വഴി ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി ഇപ്പോൾ അത് ഏകദേശം 50 ഹെക്ടർ ഏരിയയിൽ അത് പൂർത്തിയായി കഴിഞ്ഞു. പൂർണ്ണമായിട്ടും പച്ചപ്പുള്ള പുൽമേടാണ്. ഈ പുൽമേട് കാണാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ വന്യജീവി വകുപ്പിൻ്റെ മാനേജ്മെൻറ്റ് പ്ലാനിന് അനുയോജ്യമായ രീതിയിൽ അവിടെ ഒരു ട്രക്കിംഗ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പഴത്തോട്ടം, വട്ടവട, മൂന്നാർ മേഖലയിൽ വരുന്ന ഇതിന് താല്പര്യമുള്ള ആൾക്കാർ അവിടെ വരും. ഈ ട്രക്കിങ്ങിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അവരുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് സഹായമാവും. ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഹരിതവസന്തം. ഈ ലെഫ്റ്റോട്ട് ഇതിൽ നിന്ന് നമ്മൾ മുറിച്ച് മാറ്റുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന്, ഇപ്പോൾ യൂക്കാലിപ്റ്റസിൻ്റെ തലപ്പ്, ആ തടി ഉപയോഗിച്ച് അവർ കൊച്ചു കൊച്ചു ഫർണിച്ചർ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ കസേരകൾ, ചെറിയ ഡെസ്ക്, ബെഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങൾ, അത് അവർക്ക് വരുമാനമായി മാറും. ഒപ്പം തന്നെ അവിടെ നിന്നുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവർ തന്നെ 2 ലോഗ് ഹട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലോഗ് ഹട്ടിലേക്ക് ഇപ്പം മൂന്നാറിലും വട്ടവടയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവിടെയും താമസിക്കാം. ആ വരുമാനവും EDCക്ക് ഉപയോഗിക്കാം. തുടർന്നും അവർക്ക് ഈ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും. ഈ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഈ വാറ്റിലിൻ്റെ റീജനറേഷൻ കുറഞ്ഞു, അല്ലെങ്കിൽ ആദ്യം നമ്മൾ 2020 തുടങ്ങിയ ഭാഗങ്ങളിൽ ഇപ്പോൾ വാറ്റ് റീജനറേഷൻ ഇല്ല, പൂർണ്ണമായിട്ടും മാറി. ഇനി ബയോഡൈവേഴ്സിറ്റി, ആദ്യം ഞാൻ പറഞ്ഞു നമ്മൾ തുടങ്ങിയത് 2 സ്പീഷീസ് ഗ്രാസിൽ നിന്നാണ്. ഇപ്പം നമ്മൾ നടാതെ തന്നെ അവിടെ 6 സ്പീഷീസായി. വെള്ളം, ഈ പറഞ്ഞ ഭാഗത്തെല്ലാം തന്നെ ധാരാളം പുതിയ നീരുറവുകൾ കണ്ടു തുടങ്ങി. എന്ന് മാത്രമല്ല, ആ നീരുറവുകളിൽ വർഷം മുഴുവനും വെള്ളമുണ്ട്. അവിടെ ഇവരുടെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഈ പറഞ്ഞ പുൽമേടിൽ നിന്ന് ഒഴുകി വരുന്ന ഈ നീരുറവിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ വാട്ടർ ടേബിൾ ഉയർന്നിട്ടുണ്ട്. ഇനി വൈൽഡ് ലൈഫ്, അവിടെ കാട്ടുപോത്ത് വരുന്നുണ്ട്, കാട്ടുപട്ടികളുണ്ട്, മ്ലാവ്, മാനുകൾ, ദെൻ നീൽഗിരി പിപ്പറ്റ്, ഇരവികുളത്ത് കാണുന്ന ഗ്രാസ് ലാൻഡിൽ കാണുന്ന ഹൈ എലിവേഷൻ ഗ്രാസ് ലാൻഡിൽ കാണുന്ന നീൽഗിരി പിപ്പറ്റ് അവിടെ തിരിച്ചെത്തി. ദെൻ വിവിധതരം ആംഫീബിയൻസ്, ഇതെല്ലാം അവിടെ നിന്നുള്ള ചിത്രങ്ങളാണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ 2 ലോഗ് ഹൗസുകൾ അവരുണ്ടാക്കിയതാണ്. അതെല്ലാം യൂക്കാലിപ്റ്റസ് തടി എന്നുള്ളതാണ്. വേറെ പുറത്തുള്ള ഒരു സാധനം അവിടെ കൊണ്ടുവന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം അവിടെ ചെല്ലുമ്പോൾ 500 മീറ്റർ അടുത്ത് വരെ ആന എത്തി. ഇനി ഇതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് ഇത് നേരിടുന്ന വെല്ലുവിളികൾ? പ്രധാന വെല്ലുവിളി, അവിടെ ഇനിയും നേരത്തെ പറഞ്ഞ വാറ്റിലിൻ്റെ സീഡുകൾ ബാക്കിയുണ്ട്. ഒരിക്കൽ കൂടി ഈ പുൽമേടിൽ തീ കയറിയാൽ വീണ്ടും തിരിച്ചു വരുന്നത് പുൽമേടായിരിക്കില്ല, വാറ്റിൽ തന്നെ ആയിരിക്കും. ഇനി ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി നമ്മൾ പരമാവധി ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലത് സ്റ്റേബിളാണ്. അതിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. ദെൻ ഏറ്റവും പ്രധാന കാര്യം ഇതാണ്, അഡ്മിനിസ്ട്രേറ്റീവ് റിക്വയർമെൻ്റ് ആണ്. ഇതിനിയും നമുക്ക് ധാരാളമായിട്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു ഫണ്ടിൻ്റെ ആവശ്യം വരും. ഇതെങ്ങനെ UNDP പിൻവാങ്ങി കഴിയുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടി വരും. പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത്. ഒന്ന്, റിസോഴ്സ് പല സോഴ്സിൽ നിന്നായിട്ട് ഉണ്ടാക്കേണ്ടി വരും. മേ ബി ചിലപ്പോൾ ഇനി ഏതെങ്കിലും ഏജൻസികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചും. കാരണം ഇപ്പോൾ ഇറ്റ്സ് ആക്ച്വലി ദ ഡീക്കേഡ് ഓഫ് എക്കോ റെസ്റ്റോറേഷന് വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ ആ പ്രവർത്തനം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ രണ്ടാമതായിട്ടുള്ളത്, പ്രൊട്ടക്റ്റഡ് ഏരിയസിൽ നിന്ന് നമുക്ക് ബയോമാസ് റിമൂവ് ചെയ്യാൻ പറ്റും നോക്കണം, ഓൺ ടൈം റിമൂവൽ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സുപ്രീം കോടതിൻ്റെ TN ഗോതോർമ തിരുമുൽപ്പാട് കേസിൽ 202/95 വിധിക്ക് ഒരല്പം മോഡിഫിക്കേഷൻ വരുത്തി തമിഴ്നാട് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഹൈക്കോടതിൻ്റെ വിധിയിൽ പറയുന്നത്, ഈ ഇത്തരത്തിലുള്ള ഇൻവേസീവ് സ്പീഷീസിനെയും ഒരു വീടായി, കളയായി കണക്കാക്കണമെന്നും അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നുള്ള ഇത്തരത്തിലുള്ള ഇൻവേസീവ് സ്പീഷീസിനെ നീക്കം ചെയ്യാമെന്നൊരു ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലൊരു ഓർഡർ നമ്മുടെ ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്കിത് മുഴുവനും നീക്കം ചെയ്യാൻ കഴിയും. മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ്, ഇവിടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുണ്ട്. കൺവേർജൻസ് പോസിബിളാണ്. വിവിധ
തലങ്ങളിൽ നിന്നുള്ള ഫണ്ട് സംയോജിപ്പിക്കാൻ കഴിയും. നമ്മുടെ ഈ എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയെ പഞ്ചായത്തിൻ്റെ NRGS വർക്ക് നടക്കുന്ന ഒരു ADS പോലെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർ വർക്ക് ഭംഗിയായിട്ട് ചെയ്യും. അത് പഞ്ചായത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഗ്രീൻ ഇനിഷ്യേറ്റീവ് ആയിരിക്കും, ഹരിത ഇനിഷ്യേറ്റീവ്. പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആനമുടി ഷോലയുടെ ഒരു ഭാഗത്ത് ഗ്രാസ് ആൻഡ് ഡെക്കോറേഷൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ മൂന്നാർ ലാൻഡ്സ്കേപ്പ് മുഴുവനായി ചെയ്യണം. അതുകൊണ്ടും തീരുന്നില്ല, തൊട്ടടുത്തുള്ള തമിഴ്നാടിൻ്റെ ഏരിയയിലും ധാരാളമായിട്ട് വാറ്റിലുണ്ട്. അപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ലെവൽ അപ്രോച്ച് ഇപ്പം ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാറിനെ ബേസ് ചെയ്തതിന് ഇപ്പോൾ ഞങ്ങൾ കുറച്ചധികം കഴിഞ്ഞ മാസം 9-ാം തീയതി ഒരു എക്സ്പേർട്ട് ഒരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിലൊരു സ്റ്റഡി നടത്തിയിട്ട് മൂന്നാറിലെ മുഴുവൻ ഏരിയയും മീശപ്പുലിമല തുടങ്ങി തമിഴ്നാടിനോട് ചേർന്ന് വരുന്ന എല്ലാ ഭാഗവും റിസ്റ്റോർ ചെയ്യാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്ന പ്രക്രിയ നടക്കുകയാണ്. ഇത് എനിക്കിനി ഒരു അവസരം കിട്ടിയില്ലെങ്കിലൊന്നും എഴുതി പറയുന്നതാണ്. കാരണം നമ്മുടെ UNDPയുടെ പ്രോജക്റ്റ് വൈൻഡിങ് സ്റ്റേജിലാണ്. അപ്പോൾ എനിക്ക് നന്ദി പറയേണ്ടത് ഇവരോടാണ്. ഒന്ന്, ഞങ്ങളുടെ ബഹുമാന്യനായ ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ്, ദെൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, എൻ്റെ ബോസ് ഫീൽഡ് ഡയറക്ടർ, ദെൻ ഹൈറേഞ്ച് സർക്കിൾ CCF, ഞങ്ങളുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന PCCF ആൻഡ് ഹോഫ് കേശവൻ സാർ, ദെൻ സുരേന്ദ്രകുമാർ സാർ. സാറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണിത് തുടങ്ങിയത്. അന്ന് തുടങ്ങാനുള്ള ധൈര്യം തന്നത് സാറാണ്. അപ്പോൾ സാറിപ്പം നിലവിൽ UNDPയുടെ സീനിയർ ടെക്നിക്കൽ അഡ്വൈസറാണ്. ദെൻ UNDPയുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. അതിൽ തന്നെ എനിക്ക് പേരെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. മൂന്നാറിലെ ഫീൽഡിൻ്റെ കാര്യം നോക്കുന്ന പിന്നെ ജെറിൽ, ഡോക്ടർ രമേശ്, അരുൺ, പ്രദീപ്, ഇങ്ങനെ തുടങ്ങി അമ്പാടി, അവരെല്ലാവരും ആ ഫുൾ ടീം. ദെൻ പ്രമോദ് കൃഷ്ണൻ സാർ, ദെൻ അനൂപ് സാറും ലക്ഷ്മി മാഡവുമാണ് തുടങ്ങിയത്. ലക്ഷ്മി മാഡത്തിന് ശേഷമാണ് ഞാൻ വരുന്നത്. ദെൻ പ്രസാദ് സാർ, പിന്നെ എൻ്റെ റേഞ്ച് ഓഫീസർമാർ അരുൺ, ജോബ്, നിതിൻ ലാൽ, സിബി, സമീർ, പിന്നെ ഹരിതവസന്ത EDC. ഇത് അവരുടെ വിജയമാണ്. ഒപ്പം തന്നെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൂടുന്ന വിവിധ തലങ്ങളിലുള്ള MLA തുടങ്ങി താഴെത്തട്ടിലുള്ള പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള എല്ലാ ജനപ്രതിനിധികളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഈ വേദിയിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം ഈ ചടങ്ങിന് വെൽക്കം സ്പീച്ച് നൽകിയ നമ്മളുടെ അരുൺ രാമചന്ദ്രൻ സാർ, സ്റ്റേറ്റ് പ്രോജക്റ്റ് കോർഡിനേറ്റർ അവർകൾ, പ്രസിഡൻസിൽ അഡ്രസ് നൽകിയ നമ്മളുടെ ഡോക്ടർ TN സീമ മാഡം, നവകേരളം കർമ്മ പദ്ധതി ആൻഡ് സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ അവർകൾ,
ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി VP ജോയ് സാർ അവർകൾ, ഈ ചടങ്ങിലേക്ക് കീ നോട്ട്സ് നൽകിയ നമ്മളുടെ ചോക്കോ നോഡ റെസിഡൻസ് റെപ്രസെൻറ്റേറ്റീവ് UNDP ഇന്ത്യ അവർകൾ, നമ്മളുടെ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത ശാരദ മുരളീധരൻ IAS മാഡം അവർകൾ, ഈ ചടങ്ങിൽ കീഴയിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മളുടെ ജോയ് സാർ അവർകൾ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് GK ഫിലിപ്പ് അവർകൾ, ആശംസകൾ അർപ്പിച്ച നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി ആനന്ദറാണി ദാസ് അവർകൾ, നമ്മളുടെ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് സോമൻ അവർകൾ, നന്ദി രേഖപ്പെടുത്തിയ നമ്മുടെ നോഡൽ ഓഫീസർ സൺ IFS അവർകൾ, എല്ലാ ബ്ലോക്കിൽ നിന്ന് വന്നിരിക്കக்கூடிய പ്രസിഡൻറ്റുമാർ, മെമ്പർമാർ, എല്ലാ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് വന്നിരിക്കக்கூடிய പ്രസിഡൻറ്റുമാർ, മെമ്പർമാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ സ്റ്റാഫുകളും, ENDPയുടെ മെമ്പർമാർ, എൻ്റെ ചെയർമാൻ, ടൂറിസവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പൊതുപ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഫസ്റ്റ് ഓഫ് ആൾ എനിക്ക് നന്ദി പറയേണ്ടത് ENDPയുടെ മെമ്പേഴ്സ്മാരോടും അവിടുത്തെ കോർഡിനേറ്റർമാരോടാണ്. അവരുടെ സർവീസിന് വേണ്ടി ഒരുപാട് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളാണ് ഞങ്ങളിവിടെ പങ്കുവയ്ക്കാനായിട്ട് വന്നത്. നിരവധി പേർ സഞ്ചരിക്കുന്ന മൂന്നാറിൽ, ഒരു ടൂറിസം മേഖലയായ മൂന്നാർ മാലിന്യത്തിൻ്റെ ഒരു ഉറവിടമായി നിൽക്കുമായിരുന്നു. അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ഒരുക്കി തന്നത് ENDP ആണ്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് അവിടെ ടൂറിസം ഒരു ദിവസം 1,00,000 വിനോദസഞ്ചാരികളാണ് നമ്മൾ മൂന്നാർ പ്രദേശത്തിലോടുകൂടി കടന്നു പോകുന്നത്. അത്രയും പേര് സഞ്ചരിക്കുന്ന മൂന്നാർ മാലിന്യ പ്രശ്നത്തിൽ ഞങ്ങൾ നേരിട്ടത് ആദ്യം ഒരു വെല്ലുവിളിയായിരുന്നു. അത് സഹകരിക്കാനായിട്ട് ഞങ്ങളെ ഒരുപാട് സഹകരിച്ചത് ENDPയുമായിട്ട് ഞങ്ങളോട് ഒരു ഒപ്പന്തമുണ്ടാക്കി. അവരുടെ ഒരു അഗ്രിമെൻ്റ് പ്രകാരം മൂന്നാർ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയോടുകൂടിയ നല്ല ഒരു തുടക്കമാണ് മാലിന്യ പ്രശ്നത്തിൽ ENDP ഞങ്ങൾക്ക് ഒരു തുടക്കമിട്ട് തന്നത്. കുറേ ക്യാമ്പയിനുമായി നമ്മൾ ENDPയുടെ സഹകരണത്തോടുകൂടി നമ്മൾ തുടങ്ങി. ആ ക്യാമ്പയിനുകളിൽ ആദ്യം നമ്മൾ നേരിട്ട ആദ്യത്തെ പ്രശ്നം ഒരു സെഗ്രിഗേഷൻ ഇല്ലാതെ ഒരു മൂന്നാറായിരുന്നു ആദ്യം. ENDPയുടെ സഹകരണത്തോടുകൂടി നമ്മൾ കുറേ ക്യാമ്പയിനുകളും എല്ലാ കടകളിലും റിസോർട്ട്സിലും വീടുകൾ തോറും നമ്മൾ ഹരിതകർമ്മ സേന അംഗങ്ങളെ രൂപീകരിച്ച് അവർ മുഖാന്തരം നമ്മൾ ആദ്യം ഒരു ബോധവൽക്കരണം നടത്തി. അതുമാത്രമല്ല, ENDP സഹകരണത്തോടു കൂടി കുറേ മെഷീനറീസ് അവർ സ്ഥാപിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഡസ്റ്റ് റിമൂവിങ് മെഷീൻ, പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്യുന്ന മെഷീൻ, പ്ലാസ്റ്റിക് ബെയിലിംഗ് മെഷീൻ, ഒരു വെയിങ് മെഷീൻ, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ തരമനുസരിച്ച് അതേ സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു കൺവെയർ ബെൽറ്റിൻ്റെ ഒരു മെഷീൻ. അതുമാത്രമല്ല, നമ്മൾ ബയോ വേസ്റ്റിനെയും കൂടി സംസ്കരിക്കാനായിട്ട് അവർ ഒരു വിൻട്രോ കമ്പോസ്റ്റിംഗ്, ബയോ വേസ്റ്റിനെ വളവാക്കുന്ന ഒരു മെഷീനറിയും കൂടി അവർ നമ്മൾക്ക് സ്ഥാപിച്ചു തന്നു. അങ്ങനെ കാലങ്ങളായിട്ട് അടിഞ്ഞു കൂടിയിരുന്ന വേസ്റ്റുകളെ നമ്മൾക്ക് അവിടെ നിന്ന് മാറ്റി ഇന്ന് മൂന്നാറിനെ ഒരു ഗാർഡനായി മാറ്റാനായിട്ട് ENDP ഒരുപാട് ഞങ്ങളെ സഹകരിച്ചു. ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ENDP ഒരു പിൻബലമായി നിലനിൽക്കുന്നുണ്ട്. മൂന്നാറിൽ വരുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ടൂറിസം കേന്ദ്രത്തിൻ്റെ മുൻമാതിരിയായി ENDP ഇന്ന് മൂന്നാറിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് ENDPയുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകുവാണെങ്കിൽ വരുന്ന ദിവസത്തിൽ മൂന്നാറിനെ ഒരു സീറോ വേസ്റ്റിൻ്റെ സിറ്റിയായി നമുക്ക് മാറ്റാനായിട്ട് കഴിയും. ENDPയുടെ സഹായം സപ്പോർട്ടും ഉണ്ടെങ്കിൽ മൂന്നാർ മാത്രമല്ല, കേരളത്തിനെ നമ്മൾ ഒരു സീറോ വേസ്റ്റിൻ്റെ നഗരമായി മാറ്റാൻ പറ്റും. അതുമാത്രമല്ല, ആദ്യം നമുക്ക് അവിടെ വന്ന് ഞങ്ങൾ തുടങ്ങിയപ്പം നമ്മളുടെ സീമ മാഡം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു എൻകറേജ്മെൻറ്റും മൂന്നാറിനെ നല്ല രീതിയിൽ ഒരു മാലിന്യ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും എന്നുള്ള ധൈര്യം തന്നത് നമ്മൾ സീമ മാഡമാണ്. ഈ വേദിയിൽ സീമ മാഡത്തിനും ENDPയുടെ എല്ലാവിധ സപ്പോർട്ടിനും പിന്തുണയും ഞങ്ങൾക്കുണ്ടായിരുന്നു.
അതുമാത്രം കൊണ്ടാണ് ഇന്ന് മൂന്നാറിൽ ഒരു നല്ല മാറ്റം ഉണ്ടായത് എന്ന് പറഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം. Be a part of solution, not to the pollution. Refuse what you do not need. Reduce what you need. Reuse what you consume. Recycle what you cannot refuse. Reduce or reuse on root means composite and the rest. B. Johnson. A warm good afternoon to one and all, and respected dignitaries on the stage, and my dear people representatives, well-wishers, ladies and gentlemen. Hope you are all enjoying the beauty of Kovalam Beach and where we are staying here now, Arts and Craft Village, Kovalam, and the accommodation which they provided and food too delicious. Okay, let me introduce myself. I am Rajendran, Vice President, Munnar Gram Panchayat, primarily working with Kannandevan Private Company Limited, Munnar. This moment gives me immense pleasure to stand before you to the presentation on adapting a circular economy approach in Munnar by Munnar Gram Panchayat, GoI-GEF-UNDP, India High Range Mountain Landscape Disseminations Workshop. Munnar attracts more than 6.5 lakhs tourists in a year. Munnar knows for tea estates, Nilgiris, has the water bodies Nilkurinji, blooming and snowfalls, moving of clouds, etc., etc. There was a dark side of Munnar. There was a dark side. Yes, it was a dark side. You could have seen the area which it is shown on the circle, okay? But that is the other photograph which we have taken recently. But now the system is changed, and I would like to show a small video presentation for your kind information of what we had in Munnar, and right now what we are going to do it now. So this was the situation which we faced in Munnar. But now we found some solutions. What is the solution? How to segregate things? How to solve this problem? We thought of have solid waste management system. Solid waste management system. You can see that non-bio waste. You can see the non-bio waste and bio waste, which is generated by not our people, not Munnar people, what we are having. But as far as the study is concerned, we are generating around six tons of waste daily basis. But out of six, around 2 tons of waste are by the tourists and households, colonies, hotels, resorts, restaurants, shops, officials, street vapings. Then we made a collection and transportation, resource of recovery. What does the
resource of recoveries, recycle and rejects. Which are the recycles? You can see that paper, plastic, glass, e-waste, and rejects, obviously landfills and incinerators. And if you take it to bio-waste, bio-waste also what we are doing is source level treatment. This is one of the very important, which is source level treatment and home gardens, and community level treatment and formers. So, non-bio waste UNDP project support. You could have seen the before photo. You can see this is the photo. This is the part of video which you have shown. Now, after that, now you can see the photograph which is with conveyor belts, segregation, all in progress. Rejects of waste inside above pig farm building removed. Actually, in 2007, we had a project in Munnar for a pig farms. Due to climatic problem and all, we were unable to go ahead, and we have just converted this area, means pig farm, into segregation area. Okay, then proper training was given to all the workers and Haritha Karma Sena teams and all stuffs whatever required for the workers. And fire safety provision were also given now. Technical support, really we should appreciate that technical support we had given by the Clean Kerala company. For your kind information, we would like to tell you, see, previous days, before UNDP comes to know, what we were doing is we were paying money to the people and go and take our waste. Even though till now we are unable to finish off the things, even though still we are fighting for things. And material recovery facility was given by UNDP. You can see that conveyor belt, the streamover, weighing machine, baling machine, and wheelbarrow also there. Actually, this is the happiest moment for Munnar Panchayat. We could able to produce and around 2 lakhs rupees as revenue for the last 6 months, because we could able to sell out around 13,270 kilos of plastic, which we sold out for 2 lakhs rupees. And segregation of non-bio waste, reduced drudgery, that is very important. So, in the olden days, we were facing a lot of problem for the drudgeries. Now it is not there. Now we are happy to have that all the drudgeries are, it has come down, and still they are enjoying too. Source of income, that's what I want to tell you. Source of income for Munnar Gram Panchayat became good nowadays, because we have started to recycle the plastics and we are selling nowadays. So that is really one of the appreciated one which UNDP did for us. Improved working condition of sanitation workers. Those days we are not having that proper sanitation equipments and all this. Nowadays, since UNDP and other firms could give all the sanitation work, sanitation materials and all, they were very happy and good. And bio-waste concern, you can see the bio-waste concern. Bio-waste. Bio-waste. See, bio-waste also you can see the photograph. So this is the condition which we are faced earlier. Now we actually challenges. This is the challenges which we faced. Low temperature. As far as Munnar concerned, you know how the temperature is. Which technology works best? Then suitable location for the processing. These are the challenges. These are the challenges which we faced. What we did? We had a pilot program conducted during the month of Jan and March 2021. Windrow composting, which was Kundangola model. You must be knowing how Kundangola model is and how they are working with. Then we could able to specially develop inoculum for low temperature. See, inoculum will work wherever, but here in Munnar, it is slightly different. So in Munnar, IRTC, with the support of IRTC, we could able to form a type of inoculum for low temperature, which is it is working in good condition in Munnar.
We, as I told you, we have converted our building, pig farm building, to a windrow facility. So you can see that this is the area we have started just now. This is 20 days. This is 25 days photograph. Maybe after 15 to 20 days, we can able to sell out all these things. Bio waste. See, what are the intention of UNDP project? Conducting pilot study, developing low temperature inoculum, design of structure, that is one of the very, very important factor in inoculum and composites making. Supply of machineries, conveyors, sherding machine, pulverizer, chicken chopper, lift, supply of raw materials, other essential inoculum, coir pit, trolleys, gloves, and boots. Hand-holding of training supports, that's very, very important. We had so many numbers of training which was given by UNDP, and they had support like anything. Then keep on IRTCs, as I have told you, this IRTCs did a good job for us as far as Munnar is concerned, Munnar Panchayat concerned, then Parishad Production Center. And for your kind information, we started marketing for the composite, which is expected to give more revenue for our Panchayat. Segregation system, that is one of the important factor in waste management. As my president said, we had a 20-member Harida Karma Sena formed and cluster-based collection for bio waste. One designated point for every household, which we are collecting from 7 a.m. to 9 a.m. And as far as the non-bio waste, we are collecting once in a week, every household. With the support of Kudubashri, we could able to form the Harida Karma Sena, and proper training could give to the Sena workers. Harida Karma Sena formation, training and capacity building, household level campaign, issue of resolutions. Actually, as far as issue of resolutions, we had a lot of problems we faced because the people were not able to give the segregated waste to us. Even though we were visiting all the households and we informed each and everyone how to give the segregated one. But now I'm happy to say that now we have around 80% of people have come to know what is segregation, how to give the waste to our people. And the key partners for this project, Harida Kerala Mission, ReCity, which is Nestle CSR, Kudumbashri, BRCS. This is the end of my project, and I have one or two requests to UNDP. As far as Harida checkpost concerned, till now it is not implemented. I hope people of UNDP will look after and will give a good reply for us. And this has been there for two years. I have been also requesting each and everyone to give this Harida checkpoint. I hope this will also be given. And we would like to have a mailing machine too, for one more mailing machine, because this is slow. So we are unable to just bail in each and every day process things. So I humbly request UNDP to kindly provide these two for our Munnar Grama Panchayat. And thank you so much. If you have any doubts on this, please raise. Vermicompost or compost, that is good thing. What about the plastic? Yeah, things? which is expected to be a revenue for Munnar Grama Panchayat. As I told you, within 6 months we could able to recover revenue around 2 lakhs rupees. So maybe that may be a solution. Maybe it may be even a revenue for our Munnar Grama Panchayat. But even though still we are fighting with plastics. Maybe from tomorrow, day after tomorrow also, again we are going to be very strict with Munnar people to not to use single-used plastics and all. This is the resolutions which we have taken. Most probably it will be implemented soon. And one my suggestion, if you would like to consider or you can want to work it out, when you come to the wet waste, so the whatever the baling you are operating for the dry waste or whatever the other kind of waste, why can't you do it for the
wet waste, then it comes, the load will come down. You will get the collect the leachates. That leachates have a lot of nutrient value that you can go for as a so what I can say, spray or something other agriculture operations. That is one my suggestion. And another things, so everywhere waste management now the people are aware the things, but you could have proper solution for the plastic management aspects. This is the biggest challenge. Otherwise, again, it comes to the ground level, it will be a very headache. Sure. So that is my concern. Thank you. Sure. Thank you so much. We will take it into consideration and we'll do it. And is there anyone else? Yeah, please. Sir, can you please come here? Sir, you mentioned about the conveyor belts of segregation. What is the modus operandi behind segregation via conveyor belts? You could have seen it. Actually, since we are using conveyor belts, we can able to segregate the things easily. Or otherwise, now what we are getting is it is not segregated properly, and it's coming. With the support of our workers, we are continuing with the segregation. That is the reason which we have used our conveyor belts. Okay, thank you. How recycle reject? Rejects we are giving to, actually it is which we are, I told you know, for Clean Care Company, which we are paying to them for 1 kilo, 2 rupees. Okay. So which we are paying and we are taking them, they are taking out. Okay. This is what happening. Thank you so much. Sort of time, I'm closing off here. ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. സലിം അലി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിൻ്റെ ചെയർമാൻ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് ചെയർമാനായിരുന്ന ശ്രീ ഡോക്ടർ VS വിജയൻ സാറായിരുന്നു. ഞങ്ങൾ ഈ ഒരു 11 പഞ്ചായത്തിൽ UNDPയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി 2020 ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പദ്ധതി നടക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ച് അറിയാം. അടുത്തത് നമ്മുടെ ഒരു അപ്രോച്ച് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പരമ്പരാഗത കൃഷിയും അതുപോലെ തന്നെ നാടൻ വിത്ത് സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട അവരുടെ ഭക്ഷ്യകൃഷി വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. ഈ 11 പഞ്ചായത്തുകളിൽ ആദ്യമായിട്ട് ചെന്നത് ആദ്യമായിട്ടൊരു ബേസ് ലൈൻ ഡാറ്റ സ്റ്റഡി, മുമ്പ് എന്താണ് അവിടെ ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള പഠനം നടത്തുകയായിരുന്നു. അത് അവിടെയുള്ള കർഷകരോട്, പ്രത്യേകിച്ച് ആദിവാസി സമൂഹങ്ങളോട്, കർഷകരോട് ചോദിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവിടെയുള്ള കർഷകർക്ക് ആവശ്യമുള്ളതെന്ന് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനം നമ്മൾ കൊണ്ടുപോയത്. മാത്രമല്ല, കൃഷിക്കാരോട് നേരിട്ടറിഞ്ഞ് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഭക്ഷ്യകൃഷി മേഖലയിൽ നിന്നുപോയത്, അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ കൂടുതൽ കാശിറക്കി ചെയ്യുന്നതിന് പകരമായിട്ട് പ്രാദേശികമായിട്ട് മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു വകുപ്പുകളിൽ നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള, അതുപോലെ തന്നെ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതുവഴി തന്നെ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അതുവഴി കൃഷി തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. നിരന്തരമായിട്ടുള്ളൊരു മോണിറ്ററിംഗ് സംവിധാനം, കർഷകരെ എപ്പോഴും ഉത്ബോധിപ്പിച്ച് അവർക്ക് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാക്കിക്കൊണ്ടുള്ളൊരു പ്രവർത്തന രീതിയാണ് നമ്മൾ പിൻപറ്റിയിരിക്കുന്നത്. ആദ്യമായിട്ട് അവർക്ക് ഇതിൻ്റെ ഒരു പരമ്പരാഗത കൃഷിയുടെയും ഭക്ഷണത്തിൻ്റെ ഒരു പ്രാധാന്യം ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഒക്കെ ഒരു സാഹചര്യമായിരുന്നു. കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിൽ പുറമെ നിന്നുള്ള ഭക്ഷ്യവിഭവങ്ങൾ കിട്ടാനുള്ളൊരു പ്രയാസം, ഇടമലക്കുടി അടക്കമുള്ള വളരെ ഉൾഗ്രാമങ്ങളിലേക്ക്, അതിൻ്റെ ഒരു പ്രത്യേകിച്ച് മറയൂർ, മൂന്നാർ മേഖലകളിലൊക്കെ ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആദിവാസി സമൂഹങ്ങളൊക്കെ ഇപ്പം ഭക്ഷണത്തെ പ്രധാനമായിട്ട് പുറമെ ആശ്രയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭക്ഷ്യകൃഷി തീരെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയുണ്ട്. ചെറുധാന്യങ്ങളായിരുന്നു മുമ്പ് കൂടുതൽ ചെയ്തിരുന്നത്. ചില സ്ഥലങ്ങളിൽ നെൽകൃഷി ഉണ്ടായിരുന്നു. എന്നാൽ ചില സ്ഥലങ്ങൾ, വട്ടവട, കാന്തല്ലൂർ മേഖല നമുക്കറിയാം, ഒരുപാട് പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷ്യധാന്യകൃഷി അതുപോലെ കിഴങ്ങ് വിളകളൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടെത്തി, അതായത് അതെന്തുകൊണ്ട് അന്യം നിന്ന് പോയി എന്നുള്ള കണ്ടെത്തുകയും പിന്നെ നിലവിൽ അവശേഷിക്കുന്ന വിത്തുകൾ വീണ്ടെടുത്ത് തിരിച്ച് മറ്റുള്ള പഞ്ചായത്തുകളിൽ കൊടുക്കുകയും, അതാണ് നമ്മൾ അതിനായിട്ട് ചെയ്തത്. അതിനാവശ്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടികളാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രദേശങ്ങളിലൊക്കെ അനേക ഇനം നാടൻ നെൽവിത്തുകളും അതുപോലെ തന്നെ ചെറുധാന്യങ്ങളും നിലനിന്നിരുന്നു. നമുക്ക് റാഗി, തെന, ചാമ, വരക്, കമ്പ്, ചോളം തുടങ്ങിയിട്ടുള്ള മില്ലറ്റ്സുകൾ, നമ്മൾ പരുക്കൻ ധാന്യങ്ങൾ എന്നൊക്കെ പറയുന്ന ചെറുധാന്യങ്ങൾ, ഇത്
ഇതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. അരി ആയിരുന്നില്ല, അരിയൊക്കെ പിന്നീട് വന്നതാണ്. അരി ആണെങ്കിൽ പോലും തവിടുള്ള നാടൻ അരികളായിരുന്നു. അതും വെള്ളപ്പരുവായ, മാലിപ്പരുവായ, അതുപോലെ ആ പ്രദേശത്തുള്ള ചിലയിനം നാടൻ തവിടുള്ള, ചുവന്ന തവിടുള്ള അരിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനേക്കാളേറെ ചെറുധാന്യങ്ങളായിരുന്നു. ആ ചെറുധാന്യങ്ങൾ മിക്കവാറും ആ ഭക്ഷണശീലം വളരെ കുറച്ച് ഗ്രാമങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ വിത്തുകൾ, പ്രത്യേകിച്ച് മറയൂർ മേഖലയിൽ നിന്ന് മറ്റുള്ള പഞ്ചായത്തുകളിലേക്കും അതിൻ്റെ വിത്തുകൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായിരുന്നു. മറയൂർ മേഖലയിൽ പുനർജീവനം എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു 32ഓളം റാഗി ഇനങ്ങൾ, കേരളത്തിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള റാഗി ഇനങ്ങളാണ് പച്ചമുട്ടി, കരിമുട്ടി, കൊങ്കൽ റാഗി, തൊങ്കൽ റാഗി എന്നൊക്കെ പറയാം. വളരെ നല്ല ഇനം റാഗി ഇനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ ഇനങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കുകയുണ്ടായി, വിത്തുകൾ കൈമാറ്റം ചെയ്യുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നെൽകൃഷിയാണ്. നെൽകൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രദേശങ്ങൾ, കേരളത്തിൽ നിന്ന് ഏറ്റവും കുറവ് നെൽകൃഷിയുള്ളൊരു മേഖലയാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. അതിന് കാരണം ഒന്ന് നാണ്യവിള കൃഷിയുടെ ഒരു അതിപ്രസരവും, അതുപോലെ തന്നെ നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ നെൽകൃഷി ചെയ്യാൻ പാകത്തിലല്ലാതെ പാടശേഖരങ്ങൾ മാറി. അതിന് ഒരു പ്രധാന കാരണം സ്വാഭാവികമായിട്ടുള്ള ജല ആഗമന നിർഗമന മാർഗ്ഗങ്ങൾ, കനാലുകൾ വൃത്തിയില്ലാതിരിക്കുക, അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ട് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടും കൃഷി നിന്ന് പോകാനുള്ള അവസ്ഥകളുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള നാടൻ വിത്തുകളുടെ അഭാവം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ പ്രദേശങ്ങളിലൊക്കെ മൂപ്പ് കൂടിയ നെൽവിത്തുകളാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. മൂപ്പ് കൂടിയ മുണ്ടകൻ വിത്തുകൾ നമ്മൾ പറയുന്ന 8 മാസം 6 മാസം മൂപ്പുള്ള വിത്തുകൾ, വട്ടവടയിലൊക്കെ ആടിമാസ വിത്തുകൾ എന്നൊക്കെ പറയും. അത്തരം മൂപ്പുള്ള വിത്തുകൾ കാന്തല്ലൂരാണെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ അതിനുവേണ്ടി ഒരു വർക്ക്ഷോപ്പ് നടത്തിയപ്പോൾ മനസ്സിലായത് പലതരത്തിലുള്ള ചെമ്പാവ്, ജീരകച്ചെമ്പാവ്, മാലിപ്പരുവാഴ, ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളപ്പരുവാഴ പോലെയുള്ള മൂപ്പ് കൂടിയ വിത്തുകൾ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ അന്യം നിന്ന് പോയി. അടിമാലി പഞ്ചായത്തിലെ കൊരങ്ങാട്ടി പാടശേഖരത്തിൽ മാത്രമാണ് കുറച്ച് വിത്ത് ഉണ്ടായിരുന്നത്. അത് മുണ്ടകൻ വിത്തായിരുന്നു. പക്ഷേ അവർ മലബാർ എന്ന പേരിലാണ് ആ വിത്ത് അറിയപ്പെട്ടിരുന്നത്. മലബാറിൽ നിന്ന് ഏതോ കർഷകൻ മുമ്പ് കൊണ്ടുവന്നിരുന്നതുകൊണ്ട് തന്നെ അടിമാലിയിലെ കൊരങ്ങാട്ടിയിലുള്ളൊരു ബൈനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കർഷകനാണ് അവിടെ ഒരു 4-5 ഏക്കറിൽ കൃഷി ചെയ്തിരുന്നത്. അത് നല്ല പൊക്കമുള്ളതാണ്. അത് ആ വെള്ളക്കെട്ടിനെ അതിജീവിക്കാൻ ശേഷിയുള്ള വിത്താണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ പ്രദേശങ്ങളുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വിത്തുകൾ മാറിയ സങ്കര ഇനം, മൂപ്പ് കുറഞ്ഞ കുള്ള ഇനങ്ങൾ വിത്തുകൾ വന്നപ്പോൾ അത് അവിടെ അതിജീവിക്കാതായി. പ്രത്യേകിച്ച് കാന്തല്ലൂർ മേഖലയിൽ തണുപ്പിൻ്റെ, അതായത് ഇതിൻ്റെ കതിര് വരുന്ന സമയത്ത് ആ കതിരിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ, മഴത്തുള്ളികളോ മഞ്ഞത്തുള്ളികളോ വീണ് കഴിഞ്ഞാൽ അത് പതിരായിപ്പോവും. അതുകൊണ്ട് തന്നെ ഈ വിത്തുകളൊക്കെ ഇല്ലാതായത് കൃഷി ഇല്ലാതാവാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ആ പ്രദേശത്തു നിന്ന്, അതുകൂടാതെ തന്നെ കേരളത്തിൻ്റെയും തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നാടൻ വിത്തുകൾ ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള കണ്ടെത്തി അവിടെ വിതരണം ചെയ്യുകയും ആണ് നമ്മൾ ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ തരിശ് സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തൊഴിലുറപ്പ് പദ്ധതിക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തി ആ കൃഷിയോഗ്യമാക്കി മാറ്റാവുന്ന തരത്തിലേക്ക് ഈ സ്ഥലം ഒരുക്കിയെടുത്തു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇതിൽ 4 പാടശേഖരങ്ങൾ അത് പോയി. അത് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒന്ന്, അവിടെയുള്ള കർഷകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അടിമാലി പഞ്ചായത്തിലെ കട്ടമുടി വളരെ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യാതെ തരിശ്, അതായത് മുട്ടിനോളം ചെളി നിൽക്കുന്ന സ്ഥലമാണ്. 2 തവണ ടില്ലർ കൊണ്ടുവന്ന് ആണ്ടുപോയി. അവിടെ കർഷകർ തന്നെ മറ്റേ കൈക്കോട്ട് കൊണ്ട് കിളച്ച് മറിച്ചിട്ടാണ് ആ സ്ഥലം ഒരുക്കിയെടുത്തിരിക്കുന്നത്. അതൊക്കെ വളരെ എടുത്തു പറയത്തക്ക പ്രവർത്തനമാണ്. അതുപോലെ പെട്ടിമുടി, അതുപോലെ തന്നെ പെട്ടിമുടിയിലും ടില്ലറൊന്നും ആദ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടിമുടിയിലെ കർഷകർ തന്നെയാണ് കൈക്കോട്ട് കൊണ്ട് തന്നെയാണ് അതും ഒരുക്കിയെടുത്തിരിക്കുന്നത്. കൊരങ്ങാട്ടിയാണെങ്കിലും ഒഴുവത്തടം എന്ന് പറഞ്ഞിട്ടുള്ള പാടശേഖരങ്ങളാണെങ്കിലും ഇവിടെയൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് അവിടെയുള്ള കർഷകരുടെ എഫേർട്ട് ഒന്ന് എടുത്ത് പറയത്തക്ക രീതിയിലുള്ളതാണ്. അതുപോലെ കാന്തല്ലൂർ പഞ്ചായത്തിലെ കിഴാന്തൂർ പാടശേഖരം, ഇവിടെ മൊത്തം നമ്മളൊരു 150ഓളം ഏക്കർ സ്ഥലം 2 വർഷം കൊണ്ട് തരിശ് സ്ഥലം കൃഷിയോഗ്യമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളത് കിഴങ്ങ് വിളകൾ. ഈ പ്രദേശത്തൊക്കെ കിഴങ്ങ് വിളകൾ വളരെയധികം മുമ്പ് ഭക്ഷിച്ചിരുന്നതാണ്. നമ്മളിന്ന് കാണുന്ന കിഴങ്ങ് നമുക്കറിയാം കൂടുതലായിട്ടും ഒന്നെങ്കിൽ കപ്പ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങാണ് അവിടെ കൂടുതൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാരറ്റ്. അതല്ലാതെ പരമ്പരാഗതമായിട്ടുള്ള കാച്ചിൽ ഇനങ്ങളുണ്ട്. ഇഞ്ചിക്കാച്ചിൽ, ഇറച്ചിക്കാച്ചിൽ, കരടിക്കാലൻ, കടുവാക്കയ്യൻ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പലതരം ഇനങ്ങൾ കാച്ചിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. കാലാവസ്ഥ മാറ്റത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള, ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള, ഏറ്റവും ഗുണകരമായിട്ടുള്ള, ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള കാച്ചിൽ ഇനങ്ങളൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ
പലയിടത്തു നിന്നായിട്ട് കൊണ്ടുവരികയും പ്രത്യേകിച്ച് കുട്ടമ്പുഴ പഞ്ചായത്തിൽ എടുത്തു പറയത്തക്ക രീതിയിൽ പറയാൻ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കർഷകർ അത് ഏറ്റെടുക്കുകയും ആ പ്രദേശത്തുള്ള കാച്ചിലുകളും അവർ കണ്ടെത്തി നന്നായിട്ട് കൃഷി ചെയ്യുകയും അവിടെ കിഴങ്ങുത്സവം കുട്ടമ്പുഴ പഞ്ചായത്ത് 2 പ്രദേശങ്ങളായിട്ട് കിഴങ്ങുത്സവം ഞങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ പുതുമയുള്ള ഒരു പ്രവർത്തനമായിരുന്നു. പിന്നെ പച്ചക്കറി കൃഷിയിൽ നമ്മുടെ അടിമാലി പഞ്ചായത്തിൽ മുമ്പ് നന്നായിട്ട് പച്ചക്കറി കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം പച്ചക്കറി കൃഷി വളരെ കുറഞ്ഞുപോയി, നാണ്യവിള കൃഷിയുടെ ഇതും കാരണം. പിന്നെ കപ്പ കൃഷി കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു ഏരിയയുമാണ്. ആ പച്ചക്കറി കൃഷി നമ്മൾ ഈ പ്രാവശ്യം കുറച്ചധികം കർഷകരെ അവർക്ക് വിപണി ഉറപ്പ് വരുത്തിക്കൊണ്ട് ആ പച്ചക്കറി കൃഷിയെ വീണ്ടെടുക്കുകയും ഇതിനകത്ത് നമ്മൾ വിത്ത് കൊടുക്കുന്ന രീതി തന്നെ കർഷകരെ നേരിട്ട് പോയി കണ്ട് അവരുടെ സ്ഥലം അളന്ന് അതിനാവശ്യമായിട്ട് അവർക്ക് ഏതാണോ വിത്ത് ആ വിത്ത് അവർക്ക് എണ്ണം തിട്ടപ്പെടുത്തി കൊടുത്ത് അത് അവർ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അവർക്ക് കൃത്യമായിട്ടുള്ള ആവശ്യത്തിന് എന്താണോ വേണ്ടത്. ഒരു കാര്യം മനസ്സിലാൽ കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് ജൈവ രീതിയിൽ തന്നെ അവർക്ക് വളരെ വിജയകരമായിട്ട് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 2.5 ടൺ പച്ചക്കറി ഒരു 3-4 മാസം കൊണ്ട് ആ ഒരു 21 കർഷകർ വളരെ കുറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. പിന്നെ വാല്യൂ അഡീഷൻ, അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ. അതിനകത്ത് ഒന്ന് ഇത് ക്യാരറ്റ് ക്ലീനിങ് മെഷീനാണ്. ഇത് ക്യാരറ്റ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്. അതുകൂടാതെ തന്നെ ഇത് ദേവികുളം പഞ്ചായത്തിൽ നമ്മൾ കൊടുത്തതാണ്. അവിടുത്തെ കർഷകർ അവിടുത്തെ ക്യാരറ്റ് ഈ കനാലിൽ തോട്ടിലൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. വട്ടവട അതിനുള്ള സംവിധാനമുണ്ട്. ഇത് ദേവികുളത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർക്കൊരു മെഷീൻ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തി അവർക്ക് കൊടുത്തു. അതുകൂടാതെ അടിമാലി പഞ്ചായത്തിലെ കുറത്തിക്കുടി എന്ന് പറഞ്ഞ 1-ാം വാർഡിൽ അവിടെ കൂവ നന്നായിട്ട് കൃഷി ചെയ്യുന്ന കൂവ കുട്ടപ്പുഴയിലും അതുപോലെ അടിമാലി പഞ്ചായത്തിൽ നന്നായിട്ട് അത് മഞ്ഞക്കൂവ എന്ന് പറയും. അത് അവർ ഉണക്കിയെടുത്തിട്ട് 70-80 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണ്. അത് കൂവ പൊടിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് 600 രൂപ മുതൽ 700 രൂപ വരെ കിട്ടും. പക്ഷേ പൊടിയാക്കണമെങ്കിൽ കൈകൊണ്ട് അരച്ച് പൊടിയാക്കി കുറുക്കിയെടുത്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പൊടിയാക്കുന്നത്. അവർ വീട്ടാവശ്യത്തിന് അത് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അത് കുറേയും കൂടി എളുപ്പമാവാൻ വേണ്ടി കണ്ണൂരിൽ ഒരു കർഷകൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു യന്ത്രം അത് നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, കുറത്തിക്കുടിയിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ തന്നെ ഈ കൂവ പൊടിയാക്കാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് മൊത്തത്തിൽ ഈ പരമ്പരാഗത കൃഷിയും ഈ നമ്മുടെ നാടൻ വിത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു ഇൻഡിവിജ്വൽ കൺസൾട്ടൻ്റായിട്ടാണ്. ഞങ്ങളൊക്കെ കർഷകരാണ്, അതാണ് ഇതിൻ്റെ ഒരു വേറൊരു ഗുണം. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം എപ്പോഴൊക്കെ വിത്ത് കൊടുക്കണം, എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ലെനീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ കൺസൾട്ടൻറ്റ് അദ്ദേഹം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ നെൽകൃഷിയൊക്കെ വീണ്ടെടുക്കുന്നതിൽ പ്രത്യേകിച്ച് ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള നാടൻ നെൽവിത്തുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടിമാലി പഞ്ചായത്തിലെ കൊരങ്ങാട്ടിയിലും അതുപോലെ തന്നെ പെട്ടിമുടിയിലും 40 ഇനങ്ങൾ, ഒരു സ്ഥലത്ത് 30 ഇനങ്ങൾ, 70 ഇനം നാടൻ വിത്തുകൾ ഒരു പ്ലോട്ടിൽ തന്നെ സംരക്ഷിച്ച് നിർത്തി അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിത്തുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി. അതൊക്കെ ലെനീഷിൻ്റെ ശേഖരത്തിൽ നിന്നാണ്. അദ്ദേഹം 100-ലധികം നാടൻ നെൽവിത്തുകൾ അവിടെ വയനാട്ടിൽ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെലിമലി ഫൗണ്ടേഷൻ്റെ ഡോക്ടർ ലളിത വിജയൻ അവർ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രവർത്തനത്തിന് വേണ്ടി വരികയും അത് കണ്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള കർഷകരുടെ വലിയൊരു പങ്കാളിത്തം, പഞ്ചായത്തിൻ്റെ സഹകരണം, തൊഴിലുറപ്പ് പദ്ധതി, നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഹരിത കേരള മിഷന്, പിന്നെ നമ്മുടെ UNDPയുടെ ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ, അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഓഫീസർമാർ, എല്ലാവരുടെയും വളരെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം, അവരുടെ ഒരു ഒപ്പമുള്ള ഒരു പ്രവർത്തനമാണ് ഈ പദ്ധതി ഇത്രയും ഭംഗിയാക്കി നടത്താൻ സാധിച്ചത്. എല്ലാവർക്കും നന്ദി. ഈ സെഷനിലെ അവസാനത്തെ ഇനം പ്രകൃതി സംരക്ഷണത്തിൽ യുവാക്കളുടെ ഇടപെടൽ എന്നതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം പങ്കിടലാണ്. ഈ അനുഭവം പങ്കിടലിനായി ശ്രീ അനേക് ബോസിനെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അനേക് പി ബോസ് എന്നാണ്. ഞാൻ കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണോർക്കുടിയിലാണ് എൻ്റെ വീട്. 2018 എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നാണ് ഞാൻ പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രി പാസ്സായത്. അന്ന് മുതൽ ഒരു വിഷ്വൽ മീഡിയയുടെ ഭാഗമായി പ്രവർത്തിക്കുക, സ്ട്രെയിറ്റായിട്ട് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ഒരു സ്വപ്നം. ചെറുപ്പം മുതലേ ഒരുപാട് സിനിമകൾ കാണും. വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അപ്ഡേറ്റായിട്ട് ഇരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിണോർക്കുടി ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി ഊരാണ്. ഒരുപാട് പലതരത്തിലുള്ള മുതുവാൻ, മന്നാൻ, ഉള്ളാടൻ, മലയരയൻ, അങ്ങനെ പലതരത്തിലുള്ള കാസ്റ്റിലുള്ള ഒരുപാട് ആൾക്കാർ അവിടെ
തിങ്ങിപ്പാർക്കുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾക്ക് ഈ വന്യമൃഗ ശല്യങ്ങൾ, മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമായിട്ട് നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യമാണ് എൻ്റെ. അപ്പോൾ അത്തരം ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിലും വളരെ ഉയരത്തിലുള്ള ഒരു സ്വപ്നമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൈഡ്, ഭയങ്കര അഭിമാനം തോന്നുന്നു എനിക്ക്. ഈ UNDPയുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തെ സീഡിറ്റ് എന്ന സ്ഥാപനം, സെൻറ്റർ ഫോർ ഇമേജിംഗ് ഡെവലപ്മെൻറ്റ്, അവരുടെ സഹകരണത്തോടെ ഇടുക്കി ജില്ലയിലെയും എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെയും പ്രൊജക്റ്റിൽ ഇത് പറയുകയാണെങ്കിൽ 5 നാട്ടിലെ ഒരു 20 വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ദൃശ്യമാധ്യമ രംഗത്തിൻ്റെ ഏറ്റവും നൂതനമായ വിദ്യാഭ്യാസം നൽകാൻ അവർക്ക് കഴിഞ്ഞു. ഈ കഴിഞ്ഞ കൊറോണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൊറോണയുടെ പീക്കായിരുന്നൊരു അവസരത്തിലായിരുന്നു ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് പല പ്രാവശ്യം മുടങ്ങി പോകുമെന്നുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ടും UNDPയും സീഡിറ്റും ഞങ്ങൾ 20 വിദ്യാർത്ഥികൾക്ക് ഫുൾ സപ്പോർട്ട് തന്ന് ഞങ്ങൾ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചു. ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ മാസം സീഡിറ്റിൽ നിന്ന് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഉടനെ തന്നെ എനിക്കൊരു പ്ലേസ്മെൻറ്റ് തന്നു. എറണാകുളത്ത് GoI-GEF എന്ന് പറഞ്ഞൊരു ഫിലിം സ്റ്റുഡിയോയിൽ ഞാനും എൻ്റെ സഹപാഠിയായിട്ടുള്ള അർജുനും ഇപ്പോൾ 1 മാസമായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളൊരു വലിയ മാറ്റമാണ് ഇതിലൂടെ ഈ ഒരു പ്രൊജക്റ്റ്, ഈ IHRML പ്രൊജക്റ്റ് കാരണമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വലിയ മാറ്റം ഉണ്ടായത്. എന്നെപ്പോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 18 പേർക്കും അവരുടെ ജീവിതത്തിൽ അവർ സ്വപ്നം കാണുന്നൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. അതിന് എന്നും ഈ UNDPയുടെയും സീഡിറ്റിൻ്റെ ഒഫീഷ്യൽസ് എന്നും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്നിരുന്നാൽ പോലും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇന്നും ഒരു വരുമാന മാർഗം എന്നതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു മീഡിയ കോഴ്സ് പുറത്ത് പഠിക്കണമെങ്കിൽ, ഒരു സോഫ്റ്റ്വെയർ തന്നെ പഠിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ ചിലവാകും. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള 1-2 സോഫ്റ്റ്വെയറുകൾ പഠിച്ചു. ഏറ്റവും ആധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റി. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ ഈ ഓർഗനൈസേഷൻസ്, NGOs എല്ലാം ഞങ്ങൾ അത്തരത്തിലുള്ള സപ്പോർട്ട്, ഞങ്ങൾക്കൊരു ബാക്കിലൊരു സപ്പോർട്ട് ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് എത്ര വലിയ സ്വപ്നങ്ങൾ വേണമെങ്കിലും കാണാം. അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കണ്ട ഒരു ജീവിത പാഠമാണ്. എൻ്റെ നാട്ടിലുള്ള എന്നെപ്പോലുള്ള മറ്റ് പല വിദ്യാർത്ഥികൾക്കും എന്നെ കാണുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നത് പോലെ നിങ്ങളുടെ ഓരോ മക്കൾക്കും അവരുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ളൊരു സപ്പോർട്ട് എല്ലാ കുടുംബങ്ങളിൽ നിന്നും കൊടുക്കാൻ കഴിയണം. ഇത് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ.